പെട്ടെന്ന് ഒരു വ്യക്തി ബോധരഹിതനായി നിലം പതിക്കുക എന്നത് വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ സ്കൂൾ അസംബ്ലിയിലുമൊക്കെ തന്നെ പലപ്പോഴും ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് നിലം പതിക്കാറുണ്ട്. ഇത് കണ്ട് ആളുകൾ ഉടനെ ഓടിക്കൂടുകയും അമ്പരന്ന് ചുറ്റും നിൽക്കുകയും ചെയ്യും എന്നല്ലാതെ സമയോചിതമായി അതിനകത്ത് ഇടപെടുന്ന സാഹചര്യങ്ങൾ തുലവും കുറവാണ്. ബോധക്ഷയം സംഭവിച്ച വ്യക്തിയെ ഒരു കാരണവശാലും നിലത്ത് വീഴാൻ അനുവദിക്കാതെ എത്രയും വേഗം താങ്ങി നിരപ്പായ പ്രതലത്തിൽ കിടത്തുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. പലപ്പോഴും ഈ ബോധരഹിതനായ വ്യക്തിയെ കസേരയിൽ പിടിച്ചിരുത്തുവാനോ അല്ലെങ്കിൽ നിർത്താനോ ഒക്കെ ശ്രമിക്കുന്നത് കാണാറുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. അതിനുശേഷം കാലിൻ്റെ ഭാഗം അല്പം ഉയർത്തി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ കാലിലെ സിരകളിലും മറ്റും സംഭരിച്ചിരിക്കുന്ന രക്തം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് സമാന്തരമായി തന്നെ തലച്ചോറിലേക്ക് ഒഴുകി പെട്ടെന്ന് ബോധം വീണ്ടെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ട്. അതുപോലെ വളരെ ടൈറ്റായി ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, കോളറിൻ്റെ ഇട്ടിരിക്കുന്ന ബട്ടണുകൾ ഇവയെല്ലാം വളരെയേറെ ലൂസാക്കി കൊടുക്കുന്നതും വളരെ നന്നായിരിക്കും. അതിനുശേഷം ഈ വ്യക്തി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഈ നിരപ്പായ പ്രതലത്തിൽ കിടത്തുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് ശ്വാസം അല്ലെങ്കിൽ ബോധം വീണ്ടെടുക്കുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതാണ്. പലരും ബോധരഹിതനായിട്ടുള്ള വ്യക്തിക്ക് നിർബന്ധിച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതും ശ്രമിക്കുന്നതുമൊക്കെ കാണാറുണ്ട്. ബോധം പരിപൂർണമായി വീണ്ടെടുക്കാതെ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. അത് ശ്വാസകോശത്തിലേക്ക് പോയി ആസ്പിരേഷൻ ന്യൂമോണിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഹൃദയ സ്പന്ദനത്തിൻ്റെ ബാഹ്യലക്ഷണങ്ങൾ അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ബാഹ്യലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൃത്രിമമായിട്ടുള്ള ഹൃദയ സ്പന്ദനവും അതുപോലെ തന്നെ കൃത്രിമമായിട്ടുള്ള ശ്വാസോച്ഛ്വാസവും നൽകുക എന്നുള്ളതാണ് പ്രഥമ ശുശ്രൂഷകൻ ചെയ്യേണ്ടത്.